വടക്കൻ കേരളത്തിൽ രാത്രി നല്ല മഴയായിരുന്നു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മലയോര മേഖലയിൽ മഴ കനക്കുന്നുണ്ട് എന്നുള്ള വിവരവുമുണ്ട്. മലയോര പഞ്ചായത്തായ പുതുപ്പാടിയിൽ സ്കൂളുകൾക്ക് അവധിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അവധി പ്രഖ്യാപിച്ചു. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, മലപ്പുറത്ത് ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നെന്നും രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ മഴ കടന്നു കളഞ്ഞെന്നും ഒക്കെ പ്രേക്ഷകർ മെസ്സേജ് ഇടുന്നുണ്ട്. എന്താണ് പൊതുവെ അവസ്ഥ വടക്കൻ കേരളത്തിൽ? ഡോക്ടർ അരുൺ, വയനാട്ടിലും കണ്ണൂരിലും കോഴിക്കോട്ടുമാണ് അലേർട്ടുള്ളത്. ആ അലേർട്ടുള്ള ജില്ലകളിൽ നല്ല മഴയാണ്. ഇപ്പോൾ കോഴിക്കോട് നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രി മുതൽ നല്ല മഴയായിരുന്നു. ഇന്ന് പുലർച്ചെയും ചെറിയ നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നഗരത്തിലാണ്. മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ പുതുപ്പാടി പഞ്ചായത്ത് ഉൾപ്പെടെ വയനാട് ചുരമിറങ്ങി വരുന്നത് പുതുപ്പാടി പഞ്ചായത്തിലേക്കാണ്. വയനാട്ടിൽ അവധിയുണ്ട്. പക്ഷേ നല്ല മഴ ആ വയനാട്ടിൻ്റെ ഇമ്പാക്റ്റ് മലയോര മേഖലയിലുമുണ്ട്. പുതുപ്പാടി പഞ്ചായത്തിലൊക്കെ 2 ദിവസമായിട്ട് നിർത്താതെ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പുതുപ്പാടി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാനമായി മലയോര മേഖലയിലൊക്കെ നല്ല മഴയാണ്. മുക്കം ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ട്. കണ്ണൂരിലും മഴയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നേരം വെളുത്ത സമയത്ത് നേരത്തെ ആരോ കമന്റ് ഇട്ട പോലെ തന്നെ നേരം വെളുത്തപ്പോൾ അല്പം മഴ കണ്ണൂരിലും കോഴിക്കോട്ടും ഒക്കെ മാറി നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ചില ഭാഗത്ത് വലിയ തോതിൽ മഴയുണ്ട്, അലേർട്ടുണ്ട്. ആ അലേർട്ടിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുമാണ്. ഓക്കെ, ഒരു കാര്യം, ഒരു പ്രേക്ഷകൻ വിജി വിനോദ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷക പറയുന്നുണ്ട്, മലപ്പുറത്തെ കരുവാരക്കുണ്ടിൽ ഒരു കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ റിപ്പോർട്ടർ ടി വിക്കാണ് ഞങ്ങൾ ആദ്യം ഈ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് പരിശോധിച്ച് നോക്കണേ എന്ന് പറയുന്നുണ്ട് വിജിൽ വിനോദ്. ജീപ്പ് ഒക്കെ കാട്ടാന തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ മലപ്പുറത്തെ മുബഷീറിനെയോ ഒന്ന് സോണലിനെയോ ഒന്ന് അലേർട്ട് ചെയ്തേക്കൂ രഞ്ജിത്ത്. ഒരു പ്രേക്ഷക പറയുന്നതാണ്, വിവരം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു കാട്ടാന കരുവാരക്കുണ്ടിറങ്ങി ഒരു ജീപ്പൊക്കെ തകർത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇന്നലെ വൈകിട്ട് കരുവാരക്കുണ്ടിൽ ആന ഇറങ്ങിയതായിട്ട് പറഞ്ഞിരുന്നത് 2 യാത്രക്കാർ. നമ്മളത് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പുലർച്ചെ ഇറങ്ങിയിട്ടില്ലല്ലോ, ആ വിവരം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അതെ, പുലർച്ചെ ഇറങ്ങി പരിശോധിക്കാം. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആന നമ്മൾ കൊടുത്തിരുന്നു. ഇന്നലെ രാത്രിയിൽ ആന ഇറങ്ങിയ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ വിജിൽ വിനോദ് ഇന്നലെ രാത്രിയിൽ അത് കണ്ടില്ല. താങ്ക് യു വി എസ്. അപ്പോൾ വിജിൽ വിനോദ് ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു. വാർത്ത കിട്ടിയാൽ നമ്മൾ ആ നിമിഷം കൊടുക്കും, വെച്ചുകൊണ്ടിരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചൂരൽമലയ്ക്ക് ഞങ്ങൾ നിഷ്പക്ഷൻ ഇവിടെയുണ്ട്. അരുൺ സാർ, മൊട്ട നിങ്ങൾക്കുള്ള അംഗീകാരമാണ്. കാരണം എൻ്റെ അനിയൻ മൊട്ട പൊളിയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് പിറകെ ഞാൻ കൂടിയത് എന്ന് പറയുന്നത്. സന്തോഷം, കൂടുക. അഭിപ്രായങ്ങൾ, രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് വിരോധം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ സഹോദരങ്ങളൊക്കെ അല്ലേ. അപ്പം അതിപ്പോൾ പറയുന്ന അഭിപ്രായം മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊന്നാവൂലേ?